വീട്ടിലേക്ക് പോകാം. കടി കൊള്ളാൻ ആളുകൾ കാത്തു നിൽക്കുന്നുണ്ടോ നോക്കാം. മുട്ടയിടാൻ വെള്ളം കെട്ടി നിൽക്കാൻ ഇടയുള്ള ഉറവിടങ്ങൾ തേടാം. കടി കൊള്ളാൻ ആരും കാത്തു നിൽക്കില്ല. ഡെങ്കിപ്പനിയും ചിക്കൻ ഗുനിയും ഒക്കെ വരുമെന്നറിയാം. വേനൽക്കാലം അല്ലേ, എല്ലായിടവും കരിക്കും തൊണ്ടുകൾ കാണും മുട്ടയിടാൻ. ഇല്ലെന്നേ, കരിക്കുന്നുണ്ടൊക്കെ കമത്തി വെച്ചേക്കുന്നു. നമുക്ക് വീടുകളുടെ വടക്കേപ്പുറം കൂടി നോക്കാം. വീടുകളുടെ വടക്കേപ്പുറം നോക്കിയിട്ടും ഒന്നും കിട്ടിയില്ല. എല്ലാം വെള്ളം കയറാത്ത വിധം മൂടിയിരിക്കുന്നു. നമുക്ക് ആമ്പലുള്ള സിമന്റ് തൊടികളിൽ പോയാലോ? ഇതിലൊക്കെ ഗപ്പി മീനിനെ വളർത്തുന്നുണ്ട്. നടക്കില്ല. ഇവിടെയും വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലമൊന്നും കാണുന്നില്ലല്ലോ. എല്ലാവരും നല്ല ജാഗ്രതയിലാണ്. ഇങ്ങനെ പോയാൽ മുട്ടയിടാൻ സ്ഥലമില്ല. പ്രിയ എഡിസേ, നമുക്കിനി തോട്ടങ്ങളിൽ ചെന്ന് രാപാർക്കാം. എന്തിന്? തോട്ടങ്ങളിലെ റബ്ബർ പാൽ ശേഖരിക്കുന്ന എല്ലാ ചിരട്ടകളും ഉപയോഗശേഷം കൃത്യമായി കമഴ്ത്തുന്നുണ്ട്. അവസാനത്തെ ആശ്രയമായി ആക്രി കടയിൽ പോയാൽ ആക്രി കടകളിൽ ഹെൽത്തി കേരള വിസിറ്റുമായി ബന്ധപ്പെട്ട് കൃത്യമായ പരിശോധനകളാണ് നടക്കുന്നത്. വേസ്റ്റ് എല്ലാം വെള്ളം കയറാത്ത വിധം സുരക്ഷിതമായി സൂക്ഷിക്കുന്നുണ്ട്. 7 ദിനങ്ങൾ കൊണ്ട് മുട്ട വിരിയുമെന്നുള്ളത് കൊണ്ടാ. വെള്ളിയാഴ്ച സ്കൂളില്, ശനിയാഴ്ച സ്ഥാപനങ്ങളില്, ഞായറാഴ്ച വീടുകളില്, ആഴ്ചയിൽ ഒരിക്കൽ ഉറവിട നശീകരണം. കടുത്ത വേനലാണ്. ഈ വൈശാലിയിലെ പയ്യൻ വന്നാലും മഴ വരുമോന്നറിയില്ല. എന്നാലും മഴ വരുമ്പോ വെള്ളം വീണ് മുട്ട വിരിയണമെങ്കിൽ മുട്ടയിടാൻ ഇടം വേണ്ടേ? മുട്ടയിടാനുള്ള ഒരു ഉറവിടങ്ങളും നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഇവിടെ ആരോഗ്യ ജാഗ്രത പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടക്കുന്നുണ്ട്.